സംസ്ഥാനത്ത് അങ്കണവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ ചത്ത പല്ലിയെ കണ്ടെത്തി. തിരുവനന്തപുരം വെള്ളനാട് വിതരണം ചെയ്ത പൊടിയിലാണ് ഈ പല്ലിയെ കണ്ടെത്തിയത്. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പാക്കുന്നതിനാണ് അമൃതം പൊടി വിതരണം ചെയ്യുന്നത്. അതിലാണ് ഒരു പാക്കറ്റിൽ ചത്ത പല്ലി. ഇക്കഴിഞ്ഞ 19-ന് വെള്ളനാട് ചാങ്ങ അംഗൻവാടിയിൽ വിതരണം ചെയ്ത അമൃതം പൊടിയിലാണ് പല്ലിയെ കണ്ടത്. 1 വയസ്സുകാരിക്ക് കഴിക്കാനാണ് ഇവിടെ നിന്ന് ഈ പൊടി നൽകിയത്. കവർ തുറന്ന് പൊടി പുറത്തേക്ക് കുടഞ്ഞിട്ടപ്പോൾ തന്നെ ചത്ത പല്ലി ചാടി വന്നു. ഞാൻ എന്ത് വിശ്വസിച്ചാണ് എന്റെ കുഞ്ഞിന് ഇത് കൊടുക്കേണ്ടത്? മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും ഇതല്ലേ ഇവര് കൊടുക്കുന്നത്? അപ്പൊ ആരോഗ്യ വകുപ്പ് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ജൂൺ 15-ന് പാക്ക് ചെയ്ത അമൃതം പൊടിയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ല. ബിഗ് ടിവി വാർത്തയ്ക്ക് പിന്നാലെ അന്വേഷണത്തിന് മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശിച്ചു. ഈ പ്രദേശത്ത് വിതരണം ചെയ്ത അമൃതം പൊടികൾ തിരിച്ചെടുക്കാൻ പഞ്ചായത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃതം പൊടിയിൽ നിന്ന് ചത്ത ജീവികളെ കണ്ടെത്തുന്നത് ഇതാദ്യമല്ല. എഡിറ്റോറിയൽ ഡെസ്ക് ബിഗ് ടിവി. എസ് വിജയകുമാർ, ഇത് അമൃതം പൊടിയാണോ പല്ലിപ്പൊടിയാണോ? സുജ, ഇത് നമ്മൾ വളരെ വിശദമായി ഇന്ന് തത്സമയം നമ്മളുടെ വാർത്താ ബുള്ളറ്റിൽ ഉൾപ്പെടുത്തുകയാണ്. ആ ഘട്ടത്തിൽ മാർലിവ വർഗീസ് പോൾ, നമ്മളുടെ റിപ്പോർട്ടർ, ഇക്കാര്യം ഇതിൽ പ്രാഥമികമായ ചില സൂചനകൾ നൽകി. അതായത് കേവലം അശ്രദ്ധയോ ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ വീഴ്ചയോ ഒന്നുമല്ല, ഇതിനു പിന്നെ ഒരു ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് മാർലിവ. അതിന് ചില വിവരങ്ങളും അവരുടെ പക്കൽ കിട്ടിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തുകയാണ്. നാളെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്നാണ് മാർലിവ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്ക് ഈ പൊടി വിതരണത്തിലെ ഏതെങ്കിലും കരാറോ ഒക്കെയായി ബന്ധപ്പെട്ട കുടിപ്പകകളോ കിടമത്സരം ഒക്കെ ആവാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, പാവപ്പെട്ട അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളുടെ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ചുള്ള കളികളാണ് അവർ നടത്തുന്നത്. അവർക്ക് അതിനുള്ള ശിക്ഷ നിയമപരമായി കിട്ടിയേ കൊടുത്തേ മതിയാവും. അമൃതം പൊടി അറിയാമല്ലോ പ്രേക്ഷകരെ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ അമൃതം പൊടി കൊണ്ടുവന്നിട്ടുണ്ടാകാം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള പോഷകാഹാരമായി കൊടുക്കുന്നതാണ് ഈ അമൃതം പൊടി. ആ അമൃതം പൊടിയുടെ പാക്കറ്റ് ഒരമ്മ തൻ്റെ 1 വയസ്സുള്ള കുഞ്ഞിന് കൊടുക്കാനായി പൊട്ടിച്ച് ഇടുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു പല്ലിയാണ്. ഈ പല്ലി വീണ അമൃതം പൊടി അതേസമയം തന്നെ ആ ജൂൺ 15-ന് പാക്ക് ചെയ്ത ആ ഒരു സീരീസിൽപ്പെട്ട എല്ലാ സാധനങ്ങളുടെയും കൂടെ ഈ പല്ലി കിടന്നതാണോ, അതോ ഈ ഒരു പാക്കറ്റിലേക്ക് മാത്രം പാക്കിങ്ങിനിടയിൽ പല്ലി വീണതാണോ, അത് നമുക്കറിയില്ല. എന്തായാലും അങ്കണവാടികളിലെ ഭക്ഷണം സുരക്ഷിതമാകണം, അതാണ് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം. ഭക്ഷ്യസുരക്ഷാ പരിശോധന സമയബന്ധിതമായി നടക്കുന്നില്ല. അത് നടക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ട്, മന്ത്രിമാർക്കുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. പല്ലി എങ്ങനെ പാക്കറ്റിൽ വന്നു, അതിനായുള്ള ഒരു പരിശോധന കൃത്യമായി നടത്തുന്നുണ്ടോ? ആ പാക്കറ്റ് തയ്യാറാക്കിയത് പ്രകൃതി ന്യൂട്രിമിക്സിലാണ്. അവിടെ പരിശോധനകൾ നടത്തിയോ? അടിയന്തര നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി ബിന്ദു കൃഷ്ണ ഇക്കാര്യം ഇന്ന് രാവിലെ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ മാത്രം അടിയന്തര നടപടി എന്നതിൽ അത് ഒതുക്കരുത്. എല്ലായിടത്തും പരിശോധന നടക്കണം. കുഞ്ഞുങ്ങൾക്ക് വിഷം വിളമ്പരുത്. പല്ലി വീണ പൊടിയല്ല, ശരിക്കുമുള്ള പോഷക സമൃദ്ധമായ അമൃതം പൊടിയാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ സുജിയ, ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാത്ത ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന അമൃതം പൊടി പാക്ക് ചെയ്യുന്നതിന് മുൻപ് കൃത്യമായ ഗുണനിലവാര പരിശോധന നടത്താറുണ്ടോ? നിർമ്മാണ യൂണിറ്റുകളിൽ ആവശ്യത്തിന് ശുചിത്വവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നുണ്ടോ? പല്ലിയും മറ്റു ജീവികളും കയറാത്ത രീതിയിലുള്ള സുരക്ഷിതമായ സംവിധാനങ്ങളാണോ അവിടെയുള്ളത്? കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഇത്തരം ഗുരുതരമായ വീഴ്ചകൾ വരുത്തുന്ന നിർമ്മാണ യൂണിറ്റുകൾക്കെതിരെ എന്ത് കർശന നിയമ നടപടിയാണ് സ്വീകരിക്കുക? അവരുടെ ലൈസൻസ് റദ്ദാക്കുമോ? നിലവിൽ വിതരണം ചെയ്ത മറ്റു പാക്കറ്റുകൾ സുരക്ഷിതമാണോ എന്നെങ്ങനെ ഉറപ്പുവരുത്തും? ഈ ബാച്ചിൽപ്പെട്ട മറ്റു പാക്കറ്റുകൾ തിരിച്ചു വിളിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ടോ? ഇത്തരം ഒരുപിടി ചോദ്യങ്ങളും ഇവിടെ ഉയരുന്നു. Big TV, without fear or favor.